ഹലോ ഗൈസ്, ആഫ്റ്റർ ഡെലിവറി ഞാൻ ഇന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. നീല് വന്നതിന് ശേഷം എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നല്ല മടിയായി. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 അനന്തേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത്. അന്നും നമ്മുടെ ഇവിടെ നീലം ഉണ്ടായിരുന്നില്ല. അപ്പം സർപ്രൈസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചു. ഇപ്രാവശ്യം എൻ്റെ വീട്ടിലാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അങ്ങനെ ഞാൻ ഏട്ടൻ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നീലുവിനെ കളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയേക്കുവാണ്. ഏട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മയും അനിയത്തി ഞാനും കൂടെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നീലുവിനെ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് അവളും അമ്മയും കൂടെ സിറ്റ് ഔട്ടിലാണ് സെറ്റ് ചെയ്തത്. കാരണം ഹോളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി വാളുമില്ലു. അതുകൊണ്ട് സിറ്റ് ഔട്ടിൽ അവളും അമ്മയും കൂടെ ഇതെല്ലാം സെറ്റ് ചെയ്തത്. ഞാനും ഏട്ടനും കുഞ്ഞു റൂമിൽ തന്നെ ഇരുന്നു. ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് റൂമിൽ പിടിച്ചിരുത്തി. അങ്ങനെ 12 മണി ആയപ്പോഴത്തേക്ക് നീലുവിനെ ഉറക്കുമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നൈസായിട്ടൊന്ന് പുറത്തോട്ട് പോയി ജസ്റ്റ് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 12 മണിയായപ്പോൾ നീലുവിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഏട്ടനെ പറ്റിക്കാൻ വേണ്ടി ഒരു കപ്പ് കേക്കും കൊണ്ട് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു പാവം. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ആ കേക്ക് കഴിക്കുന്ന സമയം കൊണ്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 12 മണിയായപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയിരുന്നു. അപ്പോൾ ക്യാമറ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ തിരിച്ച് കയറിപ്പോയിട്ട് ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളിത് കേക്കൊക്കെ മുറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാളുടെ എൻട്രി. നീലുവിനെ ഞങ്ങൾ ഉറക്കി കിടത്തിയിട്ടാണ് പുറത്തോട്ട് വന്നത്. കറക്റ്റ് 12 മണിയായപ്പോഴത്തേക്ക് നീലു എണ്ണീറ്റ് വന്നു. അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ അവളില്ലാതെ ആഘോഷിക്കേണ്ട എന്നുള്ള രീതിയിലാണ് അവൾ എണ്ണീറ്റ് വന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തത് 12 മണിക്ക് സിറ്റ് ഔട്ട് ചെയ്യുന്നതാണ് മുറിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ നീലു വന്നതിന് ശേഷമുള്ള അച്ഛൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിച്ചു. അനന്തേട്ടൻ്റെ നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നീലു ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു നൈറ്റ്. അത് കഴിഞ്ഞ് 2 മണിയായി ഉറങ്ങിയപ്പോഴത്തേക്കും. അങ്ങനെ അച്ഛനും മോളും കിടന്നുറങ്ങി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ഓക്കെ ബൈ.